KSRTCയുടെ എക്സിക്യൂട്ടീവ് ബസ് ശ്രദ്ധ നേടുകയാണ്. വിമാനത്തിന് സമാനമായിട്ടുള്ള സൗകര്യങ്ങളാണ് ഈ ബസ്സിൽ ഏർപ്പാടാക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ ബസ് വ്യാഴാഴ്ച മുതൽ ഓടിത്തുടങ്ങുമെന്നുള്ളതാണ് KSRTC അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ആയിരിക്കും സർവീസ്. 671 രൂപയാണ് ടിക്കറ്റ് നിരക്കായി ഈടാക്കുകയും ചെയ്യുക. തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 5:30 പുറപ്പെട്ട് 9:45 എറണാകുളത്ത് എത്തുന്ന രീതിയിലാണ് ബസ്സിൻ്റെ സമയം ക്രമീകരിച്ചിട്ടുള്ളത്. യാത്രാ സമയം 4.25 മണിക്കൂറാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എറണാകുളത്ത് നിന്ന് തിരികെ വൈകിട്ട് 5:30 പുറപ്പെട്ട് 9:45 തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തുകയും ചെയ്യും. വന്ദേ ഭാരത് എക്സ്പ്രസിന് പിന്നാലെയാണ് ഇരു സർവീസുകളുടെയും സമയക്രമീകരണം. ഇതേ റൂട്ടിൽ വന്ദേ ഭാരതിൽ ചെയർക്കാരന് 690 രൂപയാണ് ടിക്കറ്റ് നിരക്ക് എന്നതുകൂടി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ബസ്സിൽ 31 സീറ്റുകളുണ്ട്. കൊല്ലം, ആലപ്പുഴ, തോപ്പുംപടി എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പുകളുള്ളത്. ശനി, ഞായർ ദിവസങ്ങളിൽ ഗുരുവായൂരിലേക്ക് യാത്ര നീട്ടുന്നത് കൂടി KSRTCയുടെ പരിഗണനയിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് വാങ്ങിയ ബസ്സുകൾ ബിസിനസ് ക്ലാസ് എന്ന പേരിൽ നിരത്തിലിറക്കാൻ തീരുമാനിച്ചിരുന്നു. പിന്നീട് ഭരണം മാറിയതോടുകൂടി പേര് എക്സിക്യൂട്ടീവ് ക്ലാസ് എന്നാക്കി മാറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എയർ ഹോസ്റ്റസ് മാതൃകയിൽ ബസ് ഹോസ്റ്റസ് ഉണ്ടാകും. മാത്രമല്ല സ്വിഫ്റ്റ് ജീവനക്കാരെയാകും ഇതിനെ നിയോഗിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഓരോ യാത്രക്കാർക്കും പ്രത്യേക ഡിജിറ്റൽ ഡിസ്പ്ലേ സൗകര്യവും അതോടൊപ്പം തന്നെ മൊബൈൽ ചാർജിംഗ് പോർട്ടുകൾ ഉൾപ്പെടെ ബസ്സിനുള്ളിൽ ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സെമി സ്ലീപ്പർ സീറ്റുകളും ഭക്ഷണ വിതരണത്തിന് പാൻട്രിയും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ബസ്സിനുള്ളിലുണ്ട്. മാത്രമല്ല ശൗചാലയങ്ങൾ ഉൾപ്പെടെ അത്യാധുനിക രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് കൂടി ഈ ബസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായി തന്നെ സൂചിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അതായത് വിമാനത്തിൽ കിട്ടുന്ന സൗകര്യം നമുക്കൊരു നിരത്തിലൂടെ പായുന്ന KSRTC ബസ്സിന് കിട്ടുന്നു എന്നുള്ളതാണ് എക്സിക്യൂട്ടീവ് ക്ലാസിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. ഏതായാലും ഇതിനെ ജനം ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്നുള്ളതാണ് KSRTCയുടെ ഒരു പ്രതീക്ഷ. മാത്രമല്ല കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നേരത്തെ ഗതാഗത മന്ത്രിയായിരുന്ന KB ഗണേഷ് കുമാറാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഏതായാലും അത് ഈ സർക്കാരിൻ്റെ കാലത്ത് പേര് മാറ്റിക്കൊണ്ട് എക്സിക്യൂട്ടീവ് ക്ലാസ് എന്നുള്ള രീതിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. PV രഞ്ജിത്തിനൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.